ബഹ്റൈനിൽ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ പരിപാടികളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വിവിധ ചർച്ചുകളുടെയും സഭകളുടെയും കീഴിൽ നടന്ന പീഠാനുഭവ ശുശ്രൂഷയിൽ പ്രവാസികൾ ഭക്ത്യാദരപൂർവ്വം പങ്കെടുത്തു. സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിൽ സിഞ്ചിലെ അല്ലഹലി സ്റ്റേഡിയത്തിൽ നടന്ന ശുശ്രൂഷയിൽ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രോപൊലീത്ത നേതൃത്വം നൽകി. വികാരി ഫാദർ എം ബി ജോർജ്, ഫാദർ ജോഷുവ എബ്രഹാം എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ലോകമെമ്പാടും ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ ഈ ബഹ്റൈൻ ദേശത്തെ പ്രവാസികളായ ഞങ്ങൾക്കും ഈ ആരാധനയിൽ വന്ന് പങ്കെടുക്കുവാനും രാവിലെ മുതൽ വന്ന് ഇതിൽ സംബന്ധിക്കുവാനും അനുഗ്രഹപ്രദമാനും സാധിച്ചു. തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും ഈ ബഹ്റൈൻ്റെ ഒരു പ്രത്യേക സവിശേഷതയാണത്. ഞങ്ങൾ പ്രവാസികൾക്ക് ഇന്ന് പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ദുഃഖവെള്ളി ആചരിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായി. അത് ഇന്ന് ഇവിടെ ഏകദേശം 8,000-ഓളം പേര് ഞങ്ങൾ ഇതിലെ ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. വളരെ ഭക്തിപൂർവ്വം തന്നെ എല്ലാവരും അതിൽ പങ്കെടുത്ത് ഞങ്ങൾ ഇന്നത്തെ വിശുദ്ധവാരത്തിൻ്റെ ദുഃഖവെള്ളി ആചരണം ഞങ്ങളോട് നടക്കുവാനായിട്ട് സാധിച്ചു. സെന്റ് ഗ്രിഗോറിയസ് ജ്ഞാനായ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഇസാ ടൗണിലെ ഇന്ത്യൻ സ്കൂളിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഫാദർ ടീനോ തോമസ് മഠത്തിൽ മണ്ണിൽ നേതൃത്വം നൽകി. കുരിശുമരണത്തിന്റെ സ്മരണകൾ പുതുക്കാൻ വിശ്വാസികൾ കുടുംബസമേതം തന്നെ എത്തിയിരുന്നു. പീഠാനുഭവ വായന, കുർബാന, കുരിശിന്റെ വഴി, പരിഹാര പ്രദക്ഷിണം എന്നിവയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കർമ്മങ്ങളും വിവിധ സഭകളുടെ കീഴിൽ നടന്നു. ബഹ്റൈനിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഭക്തിയാദരപൂർവ്വം ദുഃഖവെള്ളി ആചരിച്ചത്. ക്യാമറ പേഴ്സൺ സുഫൈൽ മാടായിക്കൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.